ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള ശീതസമരം ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ വോട്ടർ പട്ടിക പുതുക്കൽ നടപടിയായ SIRനെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 3.5 കോടിയോളം പേരെ വെട്ടിമാറ്റിയ നടപടി ശുദ്ധ തട്ടിപ്പാണെന്നാണ് സ്വന്തം പാർട്ടിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും കീഴിലുള്ള സംവിധാനങ്ങൾക്കെതിരെ യോഗി ആദിത്യനാഥ് ആഞ്ഞടിച്ചത്. ഈ നീക്കം ബി.ജെ.പിയുടെ വോട്ട് ബാങ്കിനെ തകർക്കാനാണെന്നും ഇതിനെതിരെ പാർട്ടി പ്രവർത്തകർ കയ്യും കെട്ടി നോക്കി നിൽക്കരുതെന്നും അദ്ദേഹം കർശനമായ നിർദ്ദേശം നൽകി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയിൽ ബി.ജെ.പിക്ക് നേരിട്ട കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ആരംഭിച്ച ശീതസമരം ഇപ്പോൾ പരസ്യമാക്കപ്പെട്ടിരിക്കുകയാണ്. അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് യോഗി ആദിത്യനാഥിനെ രാഷ്ട്രീയമായി ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾക്കിടയിലാണ് ഈ പുതിയ വിവാദം പൊങ്ങിവന്നിരിക്കുന്നത്. 2025 ജനുവരിയിൽ 15.5 കോടിയായിരുന്ന ഉത്തർപ്രദേശിലെ വോട്ടർമാരുടെ എണ്ണം വർഷാവസാനത്തോടെ 12 കോടിയായി ചുരുങ്ങിയത് എങ്ങനെയാണെന്ന് യോഗി ചോദിക്കുന്നു. ഒരു വർഷത്തിനിടെ 3.5 കോടി ആളുകൾ ഉത്തർപ്രദേശിൽ നിന്ന് നാടുവിട്ടു പോയിട്ടില്ലെന്നും ഇതൊരു ആസൂത്രിതമായ അട്ടിമറിയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. പേര് വെട്ടിക്കളഞ്ഞവരിൽ 90% പേരും ബി.ജെ.പിയുടെ ഉറച്ച വോട്ടർമാരാണെന്ന യോഗിയുടെ പ്രസ്താവന സ്വന്തം പാർട്ടിക്കുള്ളിലെ തന്നെ തർക്കങ്ങൾ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ യോഗി ആദിത്യനാഥിനെ ഒതുക്കാൻ കേന്ദ്ര നേതൃത്വം ശ്രമിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലെ പ്രചാരണ ചുമതലയിൽ നിന്ന് പോലും യോഗിയെ മാറ്റിയത് അമിത്ഷായുടെ താൽപര്യപ്രകാരമായിരുന്നു. യോഗിയുടെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ കേന്ദ്രം ചാരന്മാരെ നിയോഗിച്ചുമെന്നും ആരോപണമുണ്ട്. ഇതിനായി യോഗി മന്ത്രിസഭയിലെ കേശവ പ്രസാദ് മൗര്യ, ബ്രിജേഷ് പാഠക് തുടങ്ങിയവരെ കേന്ദ്രം കരുവാക്കുകയായിരുന്നു. എന്നാൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ യോഗിക്കുള്ള അനിഷേധ്യമായ ജനപ്രീതിയും RSSന്റെ പിന്തുണയും കേന്ദ്ര നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വരാനിരിക്കുന്ന 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗിയെ മാറ്റി നിർത്താനുള്ള ഹൈക്കമാൻഡ് നീക്കങ്ങൾക്ക് ഈ വോട്ടർ പട്ടിക വിവാദം വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. യോഗി ആദിത്യനാഥിനെ മെരുക്കാൻ അമിത്ഷാ പുതിയ തന്ത്രങ്ങൾ മെനയുന്നു എന്ന റിപ്പോർട്ടുകളും സജീവമാണ്. ഇതിന്റെ ഭാഗമായാണ് യോഗിയുടെ അനുവാദമില്ലാതെ പങ്കജ് ചൌധരിയെ UPയിലെ പുതിയ പാർട്ടി അധ്യക്ഷനായി നിയമിച്ചത്. സംസ്ഥാനത്തെ പാർട്ടി കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയോട് കൺസൾട്ട് പോലും ചെയ്യാതെ എടുത്ത ഈ തീരുമാനത്തിൽ യോഗിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. യോഗിയെ വരും കാലങ്ങളിൽ പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്ന മോദി, അമിത്ഷാ എന്നിവരുടെ കമ്പനിയുടെ ലക്ഷ്യം തിരിച്ചറിഞ്ഞാണ് യോഗി ഇപ്പോൾ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നത്. ബി.ജെ.പി. പ്രവർത്തകരുടെ സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം SIR തട്ടിപ്പിനെതിരെ പരസ്യമായി സംസാരിച്ചത്. രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെക്കുറിച്ച് ഉന്നയിച്ച അതേ ആക്ഷേപങ്ങൾ ഇപ്പോൾ യോഗി ആദിത്യനാഥും ആവർത്തിക്കുന്നു എന്നത് ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ ആയുധമായി മാറുകയാണെന്ന പ്രതിപക്ഷ ആരോപണത്തിന് യോഗിയുടെ വാക്കുകൾ അടിവരയിടുന്നു. ഉത്തർപ്രദേശിലെ SIR നടപടികൾ 15 ദിവസം കൂടി നീട്ടിക്കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായത് യോഗിയുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണെന്നാണ് സൂചന. കേന്ദ്ര നേതൃത്വവുമായുള്ള ആശയവിനിമയം പൂർണ്ണമായും തടസ്സപ്പെട്ടതോടെയാണ് യോഗിക്ക് സാധാരണ ബി.ജെ.പി. പ്രവർത്തകരുടെ ഇടയിൽ വെച്ച് പരസ്യമായി പ്രതികരിക്കേണ്ടി വന്നത്. യോഗി ആദിത്യനാഥിന്റെ ഈ വെല്ലുവിളി മോദി ഷാ കൂട്ടുകെട്ടിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമാണ്. ബി.ജെ.പിക്ക് വോട്ടില്ലാത്തവരെ വെട്ടിമാറ്റാൻ കൊണ്ടുവന്ന പദ്ധതി സ്വന്തം പാർട്ടിക്കാരെ തന്നെ വെട്ടിമാറ്റാൻ ഉപയോഗിക്കുന്നു എന്ന വിരോധാഭാസമാണ് ഇവിടെ തെളിയുന്നത്. യോഗിക്ക് ഭൂരിപക്ഷം കുറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കൂ എന്ന് അമിത്ഷാ കണക്ക് കൂട്ടുന്നു. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാനെ മാറ്റിയതുപോലെ യോഗിയെ എളുപ്പത്തിൽ മാറ്റാൻ കഴിയില്ലെന്ന് കേന്ദ്രത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ യോഗിയുടെ ശക്തി കുറയ്ക്കാനുള്ള ഏത് മാർഗവും കമ്പനി സ്വീകരിക്കും. വരും ദിവസങ്ങളിൽ യോഗിയും കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള പോര് കൂടുതൽ രൂക്ഷമാകുമെന്നും ഇത് ദേശീയ തലത്തിൽ തന്നെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നും ഉറപ്പാണ്.